ഹായ് ഹലോ ആർസണൽ ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു മല്ലു ടോക്സ് ആർസണൽ ടോക്സ് ആർസണലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ആർസണലിന്റെ മാച്ച് ആയിരുന്നു. ആർസണലിന്റെ മാച്ച് ആർസണൽ ലിവർപൂൾ ആൻഫീൽഡിൽ 2-2 ഡ്രോ എന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഓൾസോ നമ്മൾ ഈ വരുന്ന സാറ്റർഡേ ആണ് ഈ വീക്കെൻഡ് ഗെയിം നമുക്ക് ന്യൂകാസിലേക്കാണ്. അപ്പൊ അതിനെ കുറിച്ചും കൂടെ സംസാരിക്കാനായിട്ട് നമുക്ക് ഇന്ന് നമ്മളോടൊപ്പം ദീപക് ബുറോയും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ദീപക് ബുറോയെ നമുക്ക് അറിയാം. ഹലോ ദീപക് ബ്രോ, വെൽക്കം ഹലോ. വെൽക്കം ടു ദ സ്ട്രീം. അപ്പൊ അങ്ങനെ അതെ, അങ്ങനെ ഒരു മറ്റൊരു സീസണിന് ഏകദേശം എന്താ പറയാ, തിരി കൊളുത്തിയെന്നല്ലോ പറയാം, മറ്റൊരു സീസണിന്റെ തിരി അണയാറായി നിൽക്കുകയാണ്. അപ്പോ പ്രത്യേകിച്ച് ആസ് യൂഷ്വൽ പ്രത്യേകിച്ച് വലിയ പറയാൻ മാത്രമുള്ള അച്ചീവ്മെന്റ്സ് ഒന്നും ഈ സീസൺ ഉണ്ടുണ്ടുണ്ട്. ഉണ്ടായിട്ടില്ല. പറയാനായിട്ട് അച്ചീവ്മെന്റ് ഉണ്ട്. കളി കഴിഞ്ഞ് മറ്റേ എന്താ നമുക്കൊന്നും പ്രയോജനമില്ല, ഒന്നിലും പ്രയോജനമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫിലെ ലിവർപൂൾ പെർഫോമൻസ് വാസ് ഗ്രേറ്റ്. കംബാക്ക് ചെയ്യാനൊക്കെ അറിയാം എന്നൊരു സാധനം പിന്നെയും ഒരു അല്ല, ഞാൻ ആ കളി കണ്ടപ്പോ ഇങ്ങനെയായിരുന്നല്ലോ നമ്മൾ ഇടയ്ക്ക് കളിച്ചോണ്ടിരുന്നത് എനിക്ക് ഓർമ്മ വന്നത് ആ സെക്കൻഡ് അതെ, ഹാഫിൽ. ഓർമ്മിപ്പിക്കാനുള്ള ഒരു കളിയായിരുന്നു. അത് ഞാൻ ആർട്ടറ്റയുടെ ഈ ഒരു ഇത്ര നാളത്തെ ഒരു ടേമില് ഞാൻ ഇങ്ങനത്തെ ഗെയിംസ് കാണാറുള്ളതാണ്. നമ്മൾ ഇങ്ങനെ കാണും, പക്ഷെ എപ്പോഴും വെൻ ഇറ്റ് മാറ്റേഴ്സ് നമ്മൾ പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളൊരു എനിക്ക് പ്രശ്നം. സംഭവം എന്താണെന്ന് പറയട്ടെ. ആർച്ചറ്റ് വന്നേ പിന്നെ ട്രാൻസ്ഫോർമേഷൻ പീരീഡ് അല്ല, അത് കഴിഞ്ഞിട്ടുള്ളല്ലേ ലാസ്റ്റ് 3 ഇയേഴ്സ് 3 സീസൺ പാറ്റേൺ സെയിമാ. എവറിത്തിങ് പാറ്റേൺ സെയിമാ. നല്ലപോലെ കളിക്കുന്നു, ഇടയ്ക്കൊന്ന് ഡ്രോപ്പ് ചെയ്യുന്നു, ട്രോഫി ലെസ് ആവുന്നു. നല്ലപോലെ കളിക്കുന്നു, ഇത് ചെയ്യുന്നു, സെക്കൻഡ് സീസൺ ആവുമ്പോഴത്തേക്കും ലാസ്റ്റ് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തു, ചാമ്പ്യൻസ് ലീഗും പോയി, പ്രീമിയർ ലീഗും പോയി. ഈ സീസൺ ആവുമ്പോഴത്തേക്കും എക്സ്പെക്ടേഷൻ പ്രീമിയർ ലീഗിൽ ഹൈ വെച്ചു. ഫസ്റ്റ് തന്നെ നമുക്ക് ഡൗൺഫോൾസ് വന്നു, ഇഞ്ചറീസ് കാരണം. പിന്നെ ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് ചാമ്പ്യൻസ് ലീഗിൽ ഒരു എക്സ്പെക്ടേഷൻ വന്നു, അവിടെയും നമ്മൾ ഡ്രോപ്പ് ചെയ്തു. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പിന്നെയും ട്രോഫി ലെസ് ആവുന്നു. ആ പാറ്റേൺ കൈൻഡ് ഓഫ് സിമിലർ ഓൾ ഓവർ ദ സീസൺസ്. മനസ്സിലായോ? ഇതിന് ഒരു ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ 1 or 2 പൊസിഷൻസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 പൊസിഷൻസ് ചേഞ്ച് വരണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. 3 പൊസിഷൻസ് വേണ്ട, 3 പൊസിഷൻ അല്ല 2 പൊസിഷൻസ് ചേഞ്ച് അത്യാവശ്യമായിട്ട് വേണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി. അപ്പൊ അതിനകത്ത് പൊസിഷനില് ചേഞ്ച് വരണം എന്ന് പറയുമ്പോ അത് പ്ലേയേഴ്സിന്റെ കാര്യത്തിലാണോ അതോ അതിൽ മാനേജർ ഉൾപ്പെടുന്നുണ്ടോ? ഇല്ലല്ല, എങ്ങനെയാണ്? മാനേജർ ഞാൻ ഇപ്പോഴും സ്കെപ്റ്റിക്. ഞാൻ പറയട്ടെ, ആർച്ചിറ്റയില് അന്ധമായി വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആ സാഹചര്യത്തിൽ ഇല്ല. പക്ഷെ ഒരു 30% ഫെയ്ത്ത് ലൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക്. മനസ്സിലായോ? 70% സ്റ്റിൽ ഒരു സീസണും കൂടെ കൊടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി, ഒരു ഇതുണ്ട്. എന്ന് പറഞ്ഞാൽ അടുത്ത സീസൺ ഡിസംബർ വരെ ജഡ്ജ്മെന്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ സ്ക്രൂട്ടിനി സ്റ്റാർട്ടിങ് അടുത്ത സീസൺ തൊട്ട് നമ്മൾ ജഡ്ജ് ചെയ്യും, എവറി ഗെയിം ജഡ്ജ് ചെയ്യാനുള്ള സിറ്റുവേഷൻ. പക്ഷെ കഴിഞ്ഞ സീസൺ വരെയോ ഈ സീസൺ വരെയോ നമ്മൾ ജഡ്ജിങ് അല്ലായിരുന്നു. ആർച്ചറ്റയ്ക്ക് ടൈം കൊടുത്തു, ഇതായി. ഇപ്പം ഇനിയുള്ള ഓരോ ഗെയിം, നെക്സ്റ്റ് സീസണിലുള്ള ഓരോ ഗെയിം, ഈ സീസണിലുള്ള 2 ഗെയിംസ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ദാറ്റ് ഈസ് ഡൺ. അത് ഈ സീസൺ കഴിഞ്ഞു. ജസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് അഗൈൻ ചാമ്പ്യൻസ് ലീഗ് കിട്ടണം. അതിന് 1 പോയിന്റ് വേണം. 1 പോയിന്റ് മതി. പക്ഷെ ആ 1 പോയിന്റ് ചാമ്പ്യൻസ് ലീഗ് ഇപ്പോഴും ഉറപ്പായിട്ടില്ല. സോ അതെന്തായാലും ഉറപ്പാവും. ഐദർ ന്യൂ കാസിൽ ഓർ ഫൈനൽ ഗെയിം എമിറേറ്റ്സിലാണ് അല്ലേ? അപ്പം എമിറേറ്റ്സ് ഗെയിം നമ്മൾ ഫൈനൽ ഗെയിം എന്തായാലും തോക്കാറില്ല. ഫൈനൽ ഗെയിം ആരാന്ന് അറിയാം? ഫൈനൽ ഗെയിം ഞാൻ ഇപ്പോൾ പറയാം. ഫൈനൽ ഗെയിം ഇതാ സൗത്താംപ്ടൺ ആണ്. കോമഡി ആയിരിക്കും. അല്ല, അത് അതേ ഗെയിം ആണല്ലേ? നാളെ മീൻസ് ന്യൂകാസിൽ ഗെയിം ആണ് നമ്മുടെ ലാസ്റ്റ് ഹോം ഗെയിം. അപ്പൊ മറ്റേത് അവയാണ് ഈ സീസൺ എൻഡ് ചെയ്യുന്നത് നമ്മുടെ. അപ്പം നോർമലി ലാസ്റ്റ് ഹോം ഗെയിം നമ്മൾ ലൂസ് ചെയ്യാറില്ല. ബട്ട് ഇഫ് ഇറ്റ്സ് ന്യൂകാസിൽ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ദേ ആർ ഇൻ ടോപ്പ് 4 റേസ് ആസ് വെൽ. ടോപ്പ് 4 റേസിൽ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് പൊസിഷനുള്ള അവരും സ്ട്രോങ് ഗെയിം ആയിരിക്കും.
ആ ഗെയിം. അതെ, ഡെഫിനറ്റ്ലി. ബട്ട് ദ ഗുഡ് തിങ് ഇസ് ഒരു ഡ്രോ ആയാലും മതി എന്നാണ്. നമ്മൾ ഡ്രോ ആയാലും നമുക്ക് ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ഉറപ്പാക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു പ്രൈഡ് സെക്കൻഡ് ഫിനിഷ് ചെയ്ത് ഒരു പ്രൗഡായിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് പോവാ. ലൈക് ആ ഒരു കംപ്ലീറ്റ്ലി ആ സെക്കൻഡ് ഫിനിഷ് ചെയ്തതിൽ പ്രൗഡായിട്ട് ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ദർ ഇസ് നത്തിങ് ടു ബി പ്രൗഡ് ഓഫ്. ഞാൻ പറയട്ടെ, ഒരു പ്രൈഡ് അത് സെക്കൻഡ് പോലും ഫിനിഷ് ചെയ്തില്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരുന്നു? അതില്ലെന്ന് ഞാൻ പറയണില്ല. സെക്കൻഡ് ഫിനിഷ് കഴിഞ്ഞ സീസൺ സെക്കൻഡ് ഫിനിഷ് ചെയ്തതിൽ ഒരു പ്രൈഡ് ഉണ്ട്. മനസ്സിലായി? നമ്മള് പൊരുതിയിട്ടാണ് സെക്കൻഡ് ഫിനിഷ് ചെയ്തത് എന്ന് വേണം പറയാം. ഈ സീസണിൽ നമുക്ക് ആ സെക്കൻഡ് ഫിനിഷ് ചെയ്തതിന് വാല്യൂ, ലൈക്ക് വി ഡിഡ്ന്റ് മാച്ച് എനിത്തിങ് ടു ലിവർപൂൾ. ലിവർപൂളിന് നമ്മളൊരു ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആയിട്ട് നമ്മളൊരു ചാൻസ് പോലും കൊടുത്തില്ല. അവര് ചുമ്മാ വന്നു, ഫസ്റ്റ് ഹാഫിൽ സൂപ്പറായിട്ട് കളിച്ചു, സെക്കൻഡ് ഹാഫിൽ ഡ്രോപ്പ് ചെയ്തില്ല. ആ സമയത്തൊക്കെ ആർസെനൽ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഇറ്റ് വാസ് എ സിംഗിൾ പാത്ത്. ഒറ്റ വഴി കൂടെ അവർ പോയെന്നുള്ളൂ. അവർക്കൊരു ഹേർഡിൽ ഒന്നും ഉണ്ടായില്ല. പക്ഷെ നമ്മൾ അപ്പോൾ എക്സ്പെക്ട് ചെയ്തു, നമ്മള് സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ നമ്മൾ തിരിച്ചു വരും, ആ ഒരു ബാക്ക് ടു ഫോം എത്തും. വൺസ് ഒഡെഗാർഡ് ഒക്കെ തിരിച്ചു വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഒരു റീവാംഡ് ടീമിനെ കാണാൻ പറ്റും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ പെർഫോമൻസ് ഒന്നും അതിനനുസരിച്ച് ഉയർന്നില്ല. പല പ്ലേയേഴ്സ് ഡിസിഷൻസ്, ഇപ്പം റെഫറിങ് ഡിസിഷൻസ് ആണെങ്കിലും ഇഞ്ചറീസ് ആണെങ്കിലും അതൊന്നും ഹെൽപ്പ് ചെയ്തില്ല എന്നുള്ള അതും ഒരു വാസ്തവമാണ്. എന്നിരുന്നാൽ തന്നെ നമുക്ക് there were enough chances. പിന്നെ അതിനെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ബ്രോ. ഇഞ്ചറീസ് നമുക്ക് അറിയാവുന്നതാണ്, നമുക്കറിയാം ഇഞ്ചറീസ് ഉണ്ടായിരുന്നു. ഇഞ്ചറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നുന്നത് എന്താണെന്ന് അറിയാം, ഒരു ഫേസ് ഉണ്ടായി ജനുവരി ഫെബ്രുവരി വരെയൊക്കെ കളി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു പ്ലെയറിനെ എല്ലാരും കുറ്റപ്പെടുത്തും. ഇഫ് യു നോ ഹൂ ഇറ്റ് ഇസ്. ആ പ്ലെയർ ഇഞ്ചറി ആയി കഴിഞ്ഞ് സീസൺ ഔട്ട് ആയപ്പോഴത്തേക്കും ഇപ്പൊ നോക്കുമ്പം ആ പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പല ഫാൻസും പറയുന്നുണ്ട്. അതെ, ലിറ്ററലി. കാരണം എന്താ, ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സീസൺ അല്ലെങ്കിൽ ഒരു സീസണിൽ അല്ലെങ്കിൽ കുറച്ച് ഗെയിംസിൽ പെർഫോം ചെയ്തില്ല എന്ന് പറഞ്ഞ ഒരു പ്ലെയറിനെ നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യുമ്പം വെൻ ഈസ് നോട്ട് ദെയർ അവന്റെ വാല്യൂ നമുക്ക് അറിയാൻ പറ്റും. മനസ്സിലായി? ഇപ്പൊ ഷാക്കയെ നമ്മൾ വിറ്റു, ലൈക്ക് ഹി വാണ്ടഡ് ടു ഗോ, ഓക്കെ ഫൈൻ. ഷാക്കയുടെ ഒരു പൊസിഷൻ കുറെ നാളത്തേക്ക് നമുക്ക് ഒരു സ്ക്രൂട്ടണി ആയിരുന്നു, പ്രോപ്പർ റീപ്ലേസ്മെന്റ് ഇല്ലാത്തതുകൊണ്ട്. ഇപ്പൊ ഈ പറയുന്ന മെറീനോ ഒരു കളി റെഡ് കാർഡ് വാങ്ങിച്ചു, മെറീനോന് കുറ്റം പറയായിരിക്കും മേ ബി, മനസ്സിലായി? ബട്ട് സ്റ്റിൽ വാട്ട് ദേ ഹാവ് ഗിവൺ നമുക്ക് അത് വാല്യൂ ചെയ്യണം. കുറെ വേറെ പ്ലേയേഴ്സ് ഉണ്ട്, ലൈക്ക് ഞാൻ വേറെ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പം ദ റീസൺ ഞാൻ ഇത് കമ്പയർ ചെയ്യുന്നത് ഒഡേഗാർഡിനെ ബേസ് ചെയ്തിട്ടാണ്. ക്യാപ്റ്റൻസി ഈസ് അഫക്റ്റിംഗ് ഹിസ് ഗെയിം, അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. പക്ഷെ ഈ ഒരു സീസണിൽ കുറെ ഗെയിംസിൽ ഇഞ്ചറി കഴിഞ്ഞ് വന്ന ഗെയിംസിലൊക്കെ ഒഡേഗാർഡിന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ഒഡേഗാർഡിനെ മതി, ഒഡേഗാർഡിനെ എടുത്ത് കളയണം, അല്ലെങ്കിൽ ഒഡേഗാർഡിനെ വിൽക്കണം. ദാറ്റ് കൈൻഡ് ഓഫ് എ ടോപ്പിക് ഈസ് അട്ടർ റബിഷ്. പക്ഷെ മേ ബി ഒരു സ്ട്രോങ് കണ്ടന്റർ അല്ലെങ്കിൽ ബാക്കപ്പ് ആയിട്ട് ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ ബെഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഗുഡ്. ആ അഡീഷൻ, അതാണ് ഞാൻ 3 പ്ലേയേഴ്സ് എന്ന് ഉദ്ദേശിച്ചത്. 1 to 3 പ്ലേയേഴ്സിൽ ഇതാണ് ബാക്കപ്പ് ആണ്, അല്ലാണ്ട് ഒരു എന്തെന്നാ പ്രോപ്പർ റീപ്ലേസ്മെന്റ് അല്ല, പ്രോപ്പർ ബാക്കപ്പ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ. അല്ല, ഞാൻ എന്താ പറയുക, ആർസണലിന്റെ ഒരു കാര്യത്തിൽ ഇപ്പൊ നമ്മള് പറയുവാണെങ്കിൽ ഞാൻ ലിവർപൂളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, ലിവർപൂള് ഭയങ്കര വലിയ കിട്ടില്ല പ്ലേയേഴ്സ്. ഇപ്പൊ സല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ സല എന്ന് പറഞ്ഞ ടോപ്പ് പ്ലെയർ ആണെങ്കിലും സല വന്ന സമയത്തൊന്നും സല എന്ന് പറഞ്ഞാൽ വളരെ നോർമൽ പ്ലെയർ ആയിരുന്നു. ആർക്കും അങ്ങനെ വലിയ ഇതില്ലാതെ എനിക്കൊന്ന് ഒരു 30-35 മില്യണിന് വാങ്ങിച്ചൊരു നോർമൽ പ്ലെയർ ആണ്. പക്ഷെ സല ക്ലിക്കായി. നമുക്ക് അങ്ങനെ ക്ലിക്ക് ആവുന്നൊരു പ്ലെയർ ഇല്ല, അതായത് അങ്ങനത്തെ ഒരു എക്സ് ഫാക്ടർ പോലത്തെ ഒരു പ്ലെയർ ഇല്ല എന്നുള്ളതാണ് എത്ര ഇതുവരെ. സലക്ക് ക്ലിക്ക് ആവാൻ കാരണം എന്താണ്, സലയുടെ ഒരു ഫേസ് ഉണ്ടായി, ഇന്റഗ്രേറ്റ് ആവാനുള്ള ഫേസ് ഉണ്ട്. സാഡിയോ മാനെ, ഫെർമീനോ, പിന്നെ ജോട്ട, ഇങ്ങനത്തെ കുറെ പ്ലെയേഴ്സ്. അല്ല, അത് പറയാന്ന് പറഞ്ഞാൽ സലേനെ ഡിപ്പെൻഡന്റ് ആവുന്നില്ലായിരുന്നു ലിവർപൂൾ ഒരിക്കലും. ഇപ്പോഴാണെ പോലും ഡിപ്പെൻഡന്റ് കുറച്ചാവുന്നെങ്കിൽ പോലും വേറെ സപ്പോർട്ടീവ് പ്ലെയേഴ്സ് ഉണ്ട്. ആർസണലിനെ സംബന്ധിച്ചോളം സാക്ക എന്നൊരു പ്ലെയറിനെ ഓവർ ഡിപ്പെൻഡന്റ് ആയിരുന്നു നമ്മൾ കുറെ നാൾക്ക് ശേഷം, കുറെ നാൾ വരെ. മനസ്സിലായി?
അങ്ങനെ ഒരു സപ്പോർട്ടീവ് റോളായിട്ട് ഇപ്പം മാർട്ടിനെല്ലിയൊക്കെ സാഡിയോ മാനെ കൊടുത്ത റോളിന്റെ ഒരു 60% 70% കൊടുത്തിരുന്നെങ്കിൽ ദ പെർഫോമൻസ് ലെവൽ സാക്കയുടെയും കൂടിയേനെ. കാരണം സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ ഈ പറയുന്ന അഡീഷണൽ പ്രഷർ സാക്കയ്ക്കോ ഒഡേഗാർഡിനോ ഒക്കെ വരുമ്പം അവർക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ കൺഫ്യൂസ് ആവുക. എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ടീവ് റോള്, ഗോൾ സ്കോറിങ്, ഞാൻ സ്കോർ ചെയ്തില്ലെങ്കിൽ വേറെ ആര് ചെയ്യും എന്നൊരു തോട്ട് അവർക്ക് സാക്കയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഡീഷണൽ പ്രഷർ. അപ്പം ഇവരുടെയിലുള്ള ഫുൾ ടാലന്റ് പുറത്തു വരാൻ പറ്റില്ല. അതാണ് ഞാൻ സാക്ക കമ്പയർ ചെയ്യില്ല, സിറ്റുവേഷൻ കമ്പയർ ചെയ്യുക. അവർക്ക് രണ്ടുപേർക്കും അവര് ഇൻഡൽജ് ആവുന്ന സിറ്റുവേഷൻസിനെ കമ്പയർ ചെയ്യുക. അതാണ് എനിക്ക് ഈ സീസൺ ലിവർപൂളിന് ഉള്ള ഒരു വൺ ഓഫ് ദ മേജർ അഡ്വാൻറ്റേജ്. അവർക്കൊരു ബാലൻസ് ഉണ്ട്. അവര് സ്ലോട്ടിന്റെ ഒരു ടാക്ടിക്സ് പ്രോപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ആയി. അതോടൊപ്പം സല എന്ന് പറഞ്ഞ ഒരു എക്സ് ഫാക്ടർ അവിടെ വർക്ക് ആവുന്നുണ്ട്. നമുക്ക് ടാക്ടിക്കലി വർക്ക് ആവുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഏതൊക്കെയോ ചില ഗെയിംസിലൊക്കെ അവിടെ ഇവിടെയൊക്കെ വർക്ക് ആവുന്നുണ്ട്. നമ്മുടെ സ്ഥിരം പാറ്റേൺ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഗെയിം സ്റ്റൈൽ എങ്ങനെയാണെന്നറിയാം. ഒട്ടും പേസ് ഇല്ലാത്ത അതായത് ലോ ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടാക്ടിക്സിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് കാണുന്നത്. അതായത് ഞാൻ മറ്റേ ഡെപ്ത് അനാലിസിസ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം നമ്മളിപ്പം ട്വിറ്ററിലൊക്കെ കയറുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവര് മറ്റേ ടാക്ടിക്കോസ് ഒക്കെ പറയുന്ന വൺ ഓഫ് ദ ബ്രില്യൻറ്റ് ഓഫ് ദ ബോൾ ഓൺ ദ ബോൾ. പക്ഷെ ആസ് എ ഫുട്ബോൾ ഫാൻ നമ്മളൊരു വളരെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പാഷൻ, ഗെയിമിനോടുള്ള പാഷനും കൂടെ ഉണ്ടല്ലോ ഇതിനകത്ത്. ഇത് 11 റോബോട്ടുകളല്ലല്ലോ കളിക്കുന്നത്, കാണുന്നത് റോബോട്ടുകളല്ല. വളരെ പാഷനും ഇമോഷനും ഉള്ള ആൾക്കാരാണ് ഈ ഗെയിം കാണുന്നത്. അത് അങ്ങനെ തന്നെയാണ് ഈ ഗെയിമിനോട് ഇഷ്ടം വന്നത്. അപ്പം ടാക്ടിക്സിനപ്പുറം ഇതിന് കുറച്ചുകൂടി ഒരു ആ ഒരു സാധനം ആർസനൽ എന്ന് പറഞ്ഞ ആർസനലിന്റെ എന്താ പ്രശ്നം എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഈ എന്താ പറയാ ഒരു കരിയർ മോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോഡിൽ ഗെയിം കളിക്കുമ്പം ആ ഒരു പാറ്റേൺ ഗെയിം കളിക്കുന്നല്ല, നമ്മളിപ്പോ ഒരു വർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് പാത്തിലേ നമ്മൾ കാര്യം ചെയ്യൂ എന്നൊരു തോട്ട് പ്രോസസ്സിലാണ് കൂടുതൽ പ്ലേയേഴ്സും കളിക്കുന്നത്. സിറ്റുവേഷൻ അനുസരിച്ച് എന്തെങ്കിലും ഒരു ട്വിച്ച് പ്ലെയർ ഇൻസ്റ്റിങ്ക്റ്റില് ചേഞ്ചസ് വരുത്തണം എന്ന് ആർക്കും തോന്നുന്നില്ല. ഈ പാറ്റേണിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ചെറിയ മാറ്റം എവിടെയെങ്കിലും വരാൻ പറ്റുമോ എന്ന് പ്ലെയേഴ്സ് ചിന്തിക്കുന്നില്ല. അത് തന്നെയാണ് എനിക്ക് ആർട്ടേറ്റയിലുള്ള ഒരു ചെറിയൊരു ഡിസപ്പോയിന്റ്മെന്റ് എന്ന് എനിക്ക് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ്. എന്തുകൊണ്ട് നമ്മളൊരു ലൈൻ എത്തുന്നില്ല? നമ്മൾ എല്ലാ സീസണും അടുത്തെത്തുന്നുണ്ട്, ബട്ട് വൈ കാൻ വി ക്രോസ് ദ ലൈൻ? ബിക്കോസ് നമുക്ക് നമ്മൾ ഓവർലി ഡിപ്പെൻഡന്റ് ഓൺ ടാക്ടിക്സ്, ഓവർലി ഡിപ്പെൻഡന്റ് ഓൺ ഇൻസ്ട്രക്ഷൻസ്. എവറി ടൈം ഒരു കോർണർ വരുമ്പോഴത്തേക്കും നിക്കോളസ് ജോവർ ഫ്രണ്ട് കയറി നിന്നിട്ട് അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള ഒരു മൈക്രോ മാനേജ്മെന്റ് ലെവൽ സ്റ്റഫ് വളരെയധികം കൂടുതലാണ്. എനിക്ക് മൈക്രോ മാനേജ്മെന്റ് സ്റ്റഫിൽ കുഴപ്പമില്ല. മൈക്രോ മാനേജ്മെന്റ് ചെയ്യുന്നതും ടാക്ടിക്കലി കളിക്കുന്നതും ഓക്കെ, 90% ഓഫ് ദ ഗെയിം ഡു ഇറ്റ്. പക്ഷെ ആ ഒരു 10% ഗെയിമിലെ പ്ലെയേഴ്സിന് ഒരു ഫ്രീഡം കൊടുക്കണം, അല്ലെങ്കിൽ ഫ്രീഡം കിട്ടണം. വിച്ച് കൊടുക്കുന്നുണ്ടോ അതോ അവർ യൂട്ടിലൈസ് ചെയ്യാത്തതാണോ അതോ കിട്ടാത്തതാണോ? ഐ ഡോണ്ട് നോ. അതാണ് നമുക്കും അറിഞ്ഞൂടാ. നമുക്കും ഈ ചില പോയിന്റിൽ തോന്നും ഇവര് ഉണർന്ന് കളിച്ച പോലെ ഉണ്ടല്ലോ, ഇവർ തന്നെ അവരുടെ ടാക്ടിക്സ് നോക്കാണ്ട് പ്യുവർലി ആ ഒരു കൗണ്ടർ അറ്റാക്സ് ചിലത് കാണുമ്പോഴത്തേക്കും അതൊന്നും ടാക്ടിക്സ് അല്ല, അതൊക്കെ വളരെ ബേസിക്സ് ആണ്, ബേസിക് ഫുട്ബോളാണ്. സിമ്പിൾ എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ ദിവസത്തെ ലിവർപൂൾ ഗെയിമിൽ ഒഡേഗാർഡ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതും ആ പവർ ഓഫ് ഷോട്ട്, ആ മെറീനോയുടെ ഗോളിന് മുന്നേ ഉള്ള ആ ഷോട്ട്, ആ ഇൻസ്റ്റിങ്റ്റീവ് ഷോട്ട്സ് ഒക്കെ പല ഗെയിംസിൽ എടുക്കേണ്ട സാഹചര്യത്തിൽ എടുക്കാതിരുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യനിങ് പ്ലേയേഴ്സിനോട്. അപ്പൊ നമ്മൾ നോക്കുമ്പം ഇപ്പൊ ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ സ്കോർ ചെയ്യാൻ നോക്കുമ്പം അല്ലെങ്കിൽ ഷോട്ട്സ് എടുക്കുന്നെങ്കിൽ പ്ലേയേഴ്സിന് മറ്റേ ഫ്രീഡം കൊടുക്കാഞ്ഞിട്ടാണോ എന്നൊരു ചോദ്യം വരും. എന്ന് പറഞ്ഞാൽ മീൻസ് അതേ സമയത്ത് പ്ലേയേഴ്സിന് കൊടുത്തിട്ടും അവരെടുക്കാഞ്ഞിട്ടാണോ എന്നൊരു ചോദ്യം രണ്ടും വരുവാണ്. സോ ആർട്ടേറ്റയാണോ ബ്ലെയിം ചെയ്യുന്നത്, പ്ലേയേഴ്സിനാണോ ബ്ലെയിം ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ. രണ്ട് സൈഡിലും ബ്ലെയിം ഉണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അവിടെയാണ് എനിക്ക് ഈ പുതിയ ട്രാൻസ്ഫേഴ്സിന്റെ ഒക്കെ റൂമേഴ്സ് വരുമ്പോഴും എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഏത് പ്ലെയർ വന്നാലും ആ പ്ലെയറിന്റെ സ്വന്തം ഇൻസ്റ്റിങ്ക്റ്റ് പുറത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഏത് പ്ലെയർ വന്നാൽ, ഇപ്പൊ ഇസാക്ക് വന്നാൽ പോലും എനിക്ക് അറിഞ്ഞൂടാ, വി വിൽ ക്രോസ് ദ ലൈൻ. കാരണം
അത്രയും അധികം ഇൻസ്ട്രക്ഷൻ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ പ്ലെയറിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് നമ്മൾ ഇത്ര നാളും പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാണ്ടാണ് കളിച്ചത്. ഈവൻ ജിസൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഹി വാസ് നോട്ട് എ പ്രോപ്പർ സ്ട്രൈക്കർ അല്ലേ? നമ്മൾക്ക് സ്ട്രൈക്കർ എന്നൊരു പ്ലെയർ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതൊരിക്കലും അത് നമുക്ക് ഞാനതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം എന്താ അല്ല, ഞാൻ പറയട്ടെ, നമുക്കൊരു ടാക്ടിക്കലി മിസ് ഉള്ളത് ഇത്ര നാളായിട്ട് ആസ് ഫാൻസ്, കോച്ചിന്റെ ഐഡിയയോ പ്ലെയേഴ്സിന്റെ ഇതൊന്നുമല്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ കണ്ടോണ്ടിരുന്ന ഒരു പാറ്റേൺ ഓഫ് ഗെയിമിൽ ഒരു ചേഞ്ച് വരേണ്ടത് സ്ട്രൈക്കർ ആണെന്ന് എവ്രി ആർസണൽ ഫാൻ പറയുമായിരുന്നു അല്ലേ? സോ ഒബാമയങ്ങിന് ശേഷം നമുക്കൊരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ല. ഒബാമയങ് ഉള്ള സമയത്ത് നമുക്ക് പ്രോപ്പർ ഡിഫൻസ് ഇല്ല, പ്രോപ്പർ ടീമില്ല. അത് ഞാൻ പറയും, പ്രോപ്പർ ടീമില്ല. അതിന് ഞാൻ പറഞ്ഞു വെച്ചാൽ ഒബാമയങ്ങിന്റെ ആ ഒരു സ്ട്രൈക്കർ ഇൻസ്റ്റിങ് ഉള്ള ഒരാൾ പോലും ഇല്ല. മനസ്സിലായി? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് മേ ബി ഒബാമയങ് ആ പ്രശ്നങ്ങൾ ആ ഒരു ഒബാമയങ് ഇല്ലേ, ഫോം നമ്മൾ ആ മറ്റേ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള കട്ട ഫോമിലുള്ള ഒബാമയങ്ങിനെ ഇപ്പോഴത്തെ ടീമിൽ മേ ബി ഇട്ടിരുന്നെങ്കിൽ വി വുഡ് ഹാവ് ചേഞ്ച്ഡ്, കോഴ്സ് മാറിയേനെ. ബട്ട് വാട്ട് എവർ ഹി ഡിഡ്, അത് കാരണം ഐ ഡോണ്ട് ഹാവ് എനി റെസ്പെക്ട് ഫോർ ഹിം. നമ്മുടെ ക്ലബിനോട് അങ്ങനെ ചെയ്തതും കാര്യങ്ങളും വാട്ട് എവർ പോയതും, അത് കാരണം അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു പ്ലെയർ. സോ ഇപ്പൊ ഈ പറയുന്ന ഗിക്കോറസ് ഒക്കെ നമുക്ക് ഇതാവുന്നുണ്ട്, മാച്ച് ചെയ്യുന്നുണ്ട്. ലൈക്ക് ബെർട്ട വോൺസ് ഗിക്കോറസ് എന്നുള്ള രീതിയിലാണ് ടോക്സ് പോകുന്നത്. മേ ബി അങ്ങനെ സ്ട്രൈക്കർ കിട്ടുമായിരിക്കാം. ആ ഒരു കോൺവെർസേഷനിലോട്ടും കൂടെ അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഒരു റൂമർ അതല്ലെങ്കിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതായത് ബെർട്ട വന്നതിന് ശേഷം ആക്ച്വലി അവിടെ ഒരു 2 ഒപ്പീനിയൻ ഉണ്ടെന്ന്. അതായത് ആർടെറ്റ ഇത്രയും നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ സെസ്കോ ആണ്, ആർബി ലൈപ്സിഗിന്റെ. ആൻഡ് ബെർട്ട എന്ന് പറഞ്ഞ ടെക്നിക്കൽ ഡയറക്ടർ എക്സ്പെക്ട് ചെയ്തത്, അല്ലെങ്കിൽ അയാൾ നോക്കുമ്പോൾ അയാൾക്ക് വേണ്ട സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ വിക്ടർ ഗിക്കോറസ് ആണ്. അപ്പം ഇത് രണ്ടും തമ്മിൽ എങ്ങനെ നോക്കിക്കാണുന്നത്? അതായത് മാനേജറിന് ഒരു പ്ലെയർ വേണം, പക്ഷെ ടെക്നിക്കൽ ഡയറക്ടറിന് വേറൊരു പ്ലെയർ വേണം. ഇത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കുമോ? അല്ലെങ്കിൽ ആരായിരിക്കും കൂടുതൽ, ഹൂ ഡു യു തിങ്ക് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ? പേഴ്സണലി പ്ലെയർ വൈസ്, ഈ 2 പ്ലെയർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഐ വുഡ് പ്രിഫർ, എന്റെ പേഴ്സണൽ ചോയ്സ് ഗിക്കോറസ് ആയിരിക്കും. കാരണം ആ രണ്ടുപേരുടെയും ഗെയിമിൽ ഇൻസ്റ്റിങ്സീവ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗിക്കോറസ് ഹാസ് മോർ ഇൻസ്റ്റിങ് ഇൻ എ ഗെയിം, മോർ പേസ് ഇൻ എ ഗെയിം, മോർ പവർ ഇൻ ദ ഷോട്ട്സ്. സെസ്കോയ്ക്ക് ഹൈറ്റ് ഉണ്ട്, ഷോട്ട്സിന് പവർ ഇല്ലെന്നല്ല, ഹൈറ്റ് ഉണ്ട്. ഗിക്കോറസിന് എക്സ്പീരിയൻസ് ഉണ്ട് കുറച്ചും കൂടെ സെസ്കോനെ കാട്ടും. നമുക്ക് ആവശ്യമുള്ളതും ഇപ്പൊ ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയറാണ്. നമുക്ക് ഈ പറയുന്ന പോലെ കുറെ യങ് പ്ലെയേഴ്സിനെ എടുത്തിട്ട് നമുക്ക് ഇപ്പൊ സെറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ല. ഇനിയൊരു പ്രൊജക്ട് പ്ലെയർ ഇനിയൊരു പ്രൊജക്ട് പ്ലെയർ എന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇത് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഈ സെസ്കോ എന്ന് പറയുന്ന ആർടെറ്റയുടെ ചോയ്സ് ആണെങ്കിൽ ഞാൻ പറയും അത് വേണ്ട. കാരണം ആർടെറ്റയുടെ ചോയ്സിലുള്ള സ്ട്രൈക്കേഴ്സ് ആരും ഇതുവരെയും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ടെക്നിക്കൽ ഡയറക്ടർ പറയട്ടെ. ടെക്നിക്കൽ ഡയറക്ടറിന് ഒരു വിഷയം ഉണ്ട്. ടെക്നിക്കൽ ഡയറക്ടറിന് ഇവിടെ വരേണ്ട കാര്യം കോസ്റ്റ് ഓഫ് ദ പ്ലെയർ, എത്ര ഈസി ആയിട്ട് ഒരു പ്ലെയറിനെ കിട്ടാം, എത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാം, സ്ക്രൂട്ടനി ഇല്ലാണ്ട് പോവാം എന്നാണ് ഐ തിങ്ക് ബെർട്ട അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇത്ര നാൾ എഡു ചെയ്തോണ്ടിരുന്ന പറഞ്ഞാൽ ആ പ്ലെയർ വിചാരിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം മാസങ്ങളോളം നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞ് ബെർട്ട ഡസൻ വോണ്ട് ടു ഡു ദാറ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ വോണ്ട്സ് ടു ഫിനിഷ്, ഒരു പൊസിഷൻ ഫിനിഷ് ചെയ്ത ഫോക്കസ് ഓൺ നെക്സ്റ്റ് ഫോക്കസ്. കിട്ടുന്ന പ്ലെയേഴ്സ് നമുക്ക് ഈ സീസണിൽ ആരൊക്കെ വേണോ അതൊക്കെ എങ്ങനെയും മാക്സിമം എത്തിക്കാൻ നോക്കുക എന്നാണ് ഹീ ഈസ് തിങ്കിങ്. ആർടെറ്റ ഗെയിം വൈസ് മാത്രമാണ് ഒരു പ്ലെയറിനെ നോക്കുന്നത്. പേയ്മെന്റും കാര്യങ്ങളും പ്രോഫിറ്റും പിന്നെ സെയിൽസും എല്ലാം കൂടി ടെക്നിക്കൽ ഡയറക്ടറിന് നോക്കണം. സോ സർട്ടൻ തിങ്സ് ഒരു ലിമിറ്റിൽ, ഇപ്പൊ ആർടെറ്റയ്ക്ക് 2 ഓപ്ഷൻ തന്നിട്ടുണ്ടല്ലോ, ഗിക്കോറസ്, സെസ്കോ. ഇസാക്ക് ഓൾമോസ്റ്റ് ഇല്ല എന്നാണ് എന്റെ. സെസ്കോ, ഗിക്കോറസ്, ഈ 2 പ്ലെയേഴ്സില് ആർടെറ്റയ്ക്ക് ഗിക്കോറസ് ആണ് ഈസി ആയിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആർടെറ്റ ക്യാൻ ചേഞ്ച് ദ ടാക്ടിക്സ് അക്കോർഡിംഗ്ലി. പുള്ളിക്ക് ടാക്ടിക്സ് മാറ്റാലോ. പുള്ളി ടാക്ടിക്സ് മാറ്റുമോ? അതാണ്, അവിടെയാണ് പോയിന്റ്. ഈസ് എ വെരി സ്റ്റബൺ മാനേജർ. നെക്സ്റ്റ് സീസണിൽ ആർടെറ്റയ്ക്ക് വിൽ നോട്ട് ഗെറ്റ് എ ഫുൾ സീസൺ ഫ്രം ഫാൻസ് ഓർ ബെർട്ട ഓർ മേ ബി ബോഡിന്നാണെ പോലും ചിലപ്പോൾ പ്രഷർ ഉണ്ടാവാം.
നാളെ ഈ സീസൺ വരെ പ്രഷർ ഇല്ലായിരുന്നു, ഫുള്ളി ബാക്കിംഗ് ആയിരുന്നു. നെക്സ്റ്റ് സീസൺ പ്രോഗ്രഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി, അതുകൊണ്ട് കൂടെ കഴിഞ്ഞ സീസൺ വരെ ഒരു പ്രോഗ്രഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ഈവൻ ദോ ട്രോഫി ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഇപ്പോഴേ ഫാൻസിന്റെ എതിർപ്പുകൾ കുറെ ഉള്ളതുകൊണ്ട് നെക്സ്റ്റ് സീസൺ ആർച്ചറ്റയ്ക്ക് തുടങ്ങുമ്പോൾ തന്നെ ഫാൻസിന്റെ ബ്രൂട്ടൽ എതിർപ്പുണ്ടാവും ഗെയിംസ് തോറ്റു കഴിഞ്ഞാൽ. അപ്പം ഭയങ്കര പ്രഷറാവും. ദാറ്റ് ഈസ് വൺ തിങ്. സെക്കൻഡ് തിങ് ഈസ് ചെറിയ പ്രഷർ ഇപ്പൊ തന്നെ നെക്സ്റ്റ് സീസണിൽ ബോഡിന്നും എല്ലാത്തിനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ആർച്ചറ്റയ്ക്ക്. അത് വേണം, കാരണം അങ്ങനെ ഒരു പ്രഷർ സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ ഒരു ടൈം ആയി എന്ന് എനിക്ക് ലൈക്ക് ഇപ്പം ലിറ്ററലി ചിലർ പറയുന്നുണ്ട് ലാസ്റ്റ് സീസൺ ട്രോഫി അടിക്കാത്തപ്പോഴേ പ്രഷർ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ അവിടെ എനിക്ക് അങ്ങനെ തോന്നിയില്ല, കാരണം അവിടെ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ആ ഒരു ലാസ്റ്റ് ഗെയിമിലാണ് അത് മിസ്സായത്. സോ പല ചർച്ചയ്ക്കും പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇപ്പോഴും പറഞ്ഞു ഈ സീസൺ ഒന്നും നേടിയില്ലെങ്കിൽ പുട്ട് പ്രഷർ ഫോർ ഷുവർ. ഫസ്റ്റ് 10 ഗെയിംസ് ജഡ്ജ്മെന്റൽ ഗെയിംസ് ആയിരിക്കും. പിന്നെ ആ ഗെയിംസ് മര്യാദയ്ക്ക് പോയി കഴിഞ്ഞാൽ ഡിസംബർ വരെ നെക്സ്റ്റ് സ്റ്റേജ് ആർച്ചറ്റയുടെ എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ ഡിവിഷൻ ആയിരിക്കും നെക്സ്റ്റ് സീസൺ. നമ്മള് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് എന്നല്ല, എവറി ഫസ്റ്റ് 10 ഗെയിംസിൽ ഒരു ഫോക്കസ് ഉണ്ടാവും. ഒരു രീതിയിൽ ഇഞ്ചറീസ് പോലും ആരും കണക്കിലെടുക്കില്ല, കാരണം ഇല്ല. ഇപ്പം ആറാമത്തെ വർഷം ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 10-11 ട്രാൻസ്ഫർ വിൻഡോസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്രയും ട്രാൻസ്ഫർ വിൻഡോസ് കിട്ടിയിട്ട് ഇത്രയും നാൾ നിന്ന് ഇഫ് യു കാൺ ഗെറ്റ് ഓവർ ദ ലൈൻ, ഐ ഡോണ്ട് നോ, there will be immense pressure. അതിലും ഇപ്പം ഡേവിഡ് ഓൺസ്റ്റീന്റെ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഗോണ ബി എ ബിഗ് സമ്മർ ഫോർ ആർസണൽ. കുറെ സൈനിങ്സ് ഉണ്ട്, ബർട്ട ഈസ് വർക്കിംഗ്, കുറെ ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. സോ ഇഫ് അറ്റ് ഓൾ, അല്ലല്ല ഞാൻ ഒരു ഹൈപ്പോത്തറ്റിക്കൽ, ഇഫ് അറ്റ് ഓൾ എല്ലാ പൊസിഷനും കവർ ചെയ്യേണ്ടത് വാങ്ങിച്ചു കൊടുത്താൽ, മനസ്സിലായോ, പ്രഷർ ഇസ് ഡബിൾഡ്. നമ്മൾ ഈ പറയുന്ന ഡിസംബർ വരെ വെയിറ്റ് ചെയ്യണമെന്നും ഇല്ല തന്നെ ആൾക്കാർ. അല്ല, നമ്മള് സ്റ്റിൽ ഇപ്പോഴും നമുക്കറിയാം നമ്മൾ ആ ഒരു മിക്സിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്ത സീസണും നമ്മൾ ആ ഒരു ടൈറ്റിൽ മിക്സിൽ എന്തായാലും ഉണ്ടാവും. ബട്ട് ഡെഫിനറ്റ്ലി ലിവർപൂളും സിറ്റി ഉണ്ടാവും. സിറ്റി വളരെ സ്ട്രോങ് ആയിട്ടാണ് വരാൻ പോകുന്നത്. ഫ്ലോറിയൻ ബേർഡ്സിന്റെ ഒരു റൂമർ കേൾക്കുന്നുണ്ട്, വെരി സ്ട്രോങ് റൂമേഴ്സ്. ആൻഡ് പിന്നെ റെയിൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു പ്ലെയർ, മിഡ്ഫീൽഡർ സിറ്റിയുടെ. അപ്പൊ അവർ കംപ്ലീറ്റ്ലി ഒരു റീവാമ്പ്, അതായത് പുതിയൊരു ടീം സെറ്റായി. അവരുടെ ഒരു കഴിഞ്ഞ വിന്റർ ട്രാൻസ്ഫറും ഈ സമ്മർ ട്രാൻസ്ഫറും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ഒരു ഏകദേശം നെക്സ്റ്റ് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു സൈഡ് റെഡിയായി. ഇനി അവർ എത്രത്തോളം കോമ്പീറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ വരുന്ന സീസൺ കാണാൻ പറ്റും. പക്ഷെ ഐ തിങ്ക് ദേ വിൽ ബി ഇൻ ദ മിക്സ്. അപ്പൊ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പക്ഷെ ഐ ഡോണ്ട് നോ, ഞാൻ നെക്സ്റ്റ് സീസൺ ഞാൻ ഹോപ്പ്ലെസ് ആണ് പേഴ്സണലി. കാരണം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ട്രോഫി വിൻ ചെയ്യുന്നതിന്റെ നെക്സ്റ്റ് സീസൺ ചെറിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ലൈക്ക് ട്രെൻഡ് പോയി കൊണാറ്റയുടെ ഓൾമോസ്റ്റ് റൂമേഴ്സ് ഞാൻ കേൾക്കുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ കുറച്ച് വരുമ്പോഴത്തേക്ക് ലിവർപൂളിനും കുറച്ച് ടൈം വേണം. ലൈക്ക് അവര് സെറ്റ് ആവൂല എന്നല്ല, നമുക്ക് സെറ്റ് ആവുന്ന പോലെ അല്ല, അവർക്കും കുറച്ച് ഒന്ന് സ്റ്റേബിൾ ആവാൻ ചിലപ്പോ അവര് സ്ട്രഗിൾ ചെയ്യാനുണ്ട്. മേ ബി ഫസ്റ്റ് 10 ഗെയിംസ് സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡിപ്പെൻസ് ട്രാൻസ്ഫർ വിൻഡോ എങ്ങനെ ഉണ്ടായാൽ. പക്ഷെ അവർ ആക്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി. കാരണം അവരിപ്പോ ഫ്രിംപോങ്ങിനെ വാങ്ങുന്നുണ്ട് റിപ്ലേസ്മെന്റ് ആയിട്ട്. അവർ ലെവർകൂസന്റെ റൈറ്റ് ബാക്കിനെ ഓൾറെഡി വാങ്ങിച്ചു. പ്ലെയർ എങ്ങനെയാണോ എന്താണോ നമുക്ക് അറിയില്ല. ബട്ട് വാട്ട് എവർ അവർ ആ ഒരു ആക്ഷൻ പ്ലാൻ അപ്പൊ തന്നെ ചെയ്തു. അവരുടെ ഒരു റൈറ്റ് ബാക്ക് പോയി, നെക്സ്റ്റ് റൈറ്റ് ബാക്ക് ഇൻ പ്ലേസ് വന്നു. നമ്മൾ ഈ സീസൺ ഈ പറഞ്ഞ പോലെ സൂബിമെന്റിയുടെ ഏകദേശം സെറ്റായി എന്നൊക്കെ കേൾക്കുന്നുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് സൈനിങ്. എനിക്ക് സൂബിമെന്റ് ഒരു ക്വാളിറ്റി സൈനിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിന്റെയൊക്കെ നമുക്ക് കളി കാണുന്നവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, എല്ലാം സ്പെക്കുലേഷൻസ്. ഇത്ര നാളെ കളിച്ച കളി വെച്ച് നോക്കുമ്പോൾ ടെക്നിക്കലി സൗണ്ട്, ഭയങ്കര ടെക്നിക്കലി സൗണ്ട് ആണ്. സോ ഇതിനകത്ത് പ്രശ്നം വെച്ചാൽ നമ്മൾ കളിക്കാൻ പോകുന്ന ടീംസില് ഇപ്പം ബോട്ടം 5 ഒക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് മിക്ക കളിയും ലോ ബ്ലോക്സും അങ്ങനെയൊക്കെ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ ജയിക്കായിരിക്കും. പക്ഷെ ഐ എം ലുക്കിംഗ് മോർ ഫോർവേഡ് ടു ലുക്കിംഗ് പ്ലേ അഗൈൻസ്റ്റ് ദീസ് ഒരു 6th തൊട്ട് 12th വരെയുള്ളൊരു ടീമുണ്ടല്ലോ. ലൈക്ക് അവര് ആ ഒരു ടീമുണ്ട്. ആ ടീം ഇത്ര ലിസ്റ്റ് ഓഫ് ടീംസ് എപ്പോഴും ഒരു മിഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഇച്ചിരി കൂടെ അവർക്ക് ക്വാളിറ്റി പ്ലേയേഴ്സ് ഉള്ള, അവർക്കെതിരെ എങ്ങനെ നമുക്ക് കളിക്കാൻ പറ്റുന്നുള്ളതാണ്.
നമ്മൾ വളരെയധികം ശോകമാണ് ഇപ്പോഴും ആസ്റ്റൺ വില്ല പോലെ അല്ലെങ്കിൽ നമ്മുടെ ന്യൂ കാസിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ വളരെയധികം മോശമാണ്. ഫിസിക്കാലിറ്റി നമുക്ക് ഒന്നും പറഞ്ഞാലും എന്തുകൊണ്ടോ ഉനായ് എമറിയെയും എഡി ഹോവിന്റെ ടാക്ടിക്സിനെ ആർട്ടറ്റയുടെ ടാക്ടിക്സ് ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. സോ എന്തായാലും ന്യൂ കാസിലോട്ട് നമുക്ക് പോവാം. ന്യൂ കാസിൽ എമിറേറ്റ്സിൽ വെച്ചിട്ടാണ്. സോ എന്താണ് ബ്രോ ആ ഒരു മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ? ആ ഒരു മാച്ച് ഈ ഒരു ഇത് ദിസ് ഇസ് ജഡ്ജ്മെന്റിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു കളി, കാരണം 2-3 കളിയായിട്ട് നമ്മൾ അവരായിട്ട് ജയിച്ചിട്ടില്ല ഈ സീസൺ. 3 ഗെയിംസ് നമ്മൾ തോറ്റിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഡു സംതിങ്, വിൻ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ലൈക്ക് ന്യൂ കാസിലിന് ഈ സീസൺ ഒരു ഗെയിം തോപ്പിച്ചു എന്നൊരു ചെറിയൊരു ഗെയിൻ, ദാറ്റ്സ് ഓൾ. അല്ലാണ്ട് വേറൊന്നും അല്ല. ആൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റേ പ്രീമിയർ ലീഗിലെ ഓരോ ഗെയിംസും ഈ സീസൺ ഞാൻ പറഞ്ഞില്ലേ, വെൻ എവർ ആ ട്രോഫി നമ്മൾ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞു, എവറി ഗെയിം ഈസ് ജസ്റ്റ് ലൈക്ക് ഐഡന്റിഫൈയിങ് ഹൂ ഈസ് വർത്ത് പ്ലേയിങ് ഫോർ നെക്സ്റ്റ് സീസൺ ആൻഡ് ഹൂ ഈസ് നീഡഡ് ടു ബി റീപ്ലേസ്ഡ്. അതിനുവേണ്ടി മാത്രം നോക്കുന്ന കളികളാണ് കുറച്ച്. ഇവിടെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് 2 പ്ലേയേഴ്സ് ആണ് സത്യം പറഞ്ഞത്. വിൽ ട്രൊസാർഡ് സ്റ്റേ ഓർ വിൽ മാർട്ടിനെല്ലി ചേഞ്ച് ഹിസ് ടാക്ടിക്സ്? മാർട്ടിനെല്ലിയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇതുണ്ട്, വിഷമമുണ്ട്. അന്നാ ഇനി അപ്ഗ്രേഡ് ചെയ്യണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു പ്ലെയർ ആയി മാറിക്കൊണ്ടിരിക്കുക മാർട്ടിനെല്ലി. സോ മാർട്ടിനെല്ലിക്കൊക്കെ പ്രൂവ് ചെയ്യണം. ഹി വാസ് ഗുഡ് ഇൻ ലിവർപൂൾ ഗെയിം, അത് ഞാൻ എടുത്തു പറയാം. ലിവർപൂൾ ഗെയിം നല്ല കളിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ലിവർപൂളിനെതിരെ മാർട്ടിനെല്ലി നന്നായി കളിച്ചതെന്ന് ബ്രോ സെക്കൻഡ് ഹാഫിൽ ശ്രദ്ധിച്ചു? എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിലും മാർട്ടിനെല്ലിക്ക് ഇത്രയും ഡിഫറൻസ് വന്നത്? സിമ്പിൾ ആയിരുന്നു. മാർട്ടിനെല്ലി സെന്ററിൽ കളിച്ചു. സെന്ററിലോട്ടുള്ള മാർട്ടിനെല്ലിയുടെ റൺസ്, മാർട്ടിനെല്ലി എത്ര പ്രാവശ്യം റണ്ണെടുത്തപ്പോ കറക്റ്റ് ആയിട്ട് ഒടേകൾ ബോൾ കൊടുക്കുന്നത് കണ്ടു നമ്മള്. ഇങ്ങനെ എത്ര റൺസ് നമ്മൾ ഈ സീസണിൽ കണ്ടിട്ടുണ്ടോ? 10 താഴെ കണ്ടിട്ടുണ്ടോ? 10 താഴെ. അപ്പൊ ആസ് എ ക്രിയേറ്റർ ഒരു മിഡ്ഫീൽഡ്, ഇപ്പൊ നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു ടൈമിലാണെങ്കിൽ പോലും നമ്മളെപ്പോഴും പറയും ഓടി കാണിച്ചു കൊടുക്കുക, എന്നാലേ ആ പ്ലെയറിനെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ ചുമ്മാ സ്റ്റാഗ്നന്റ് ആയിട്ട് കുറെ പ്ലേയേഴ്സ് അവിടെ ഇവിടെയും വെറുതെ ഇങ്ങനെ ബോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കുറെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മാർട്ടിനെല്ലി ആ ഒരു മറ്റേ വിങ്ങിലൂടെ വന്ന് സെന്ററിലൂടെ റൺ ചെയ്യുമ്പോഴത്തേക്കും ഒടേഗാർഡ് ബോൾ കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഭയങ്കര വലിയ ടാക്ടിക്സ് ഒന്നുമല്ല, സിമ്പിൾ ബേസിക് ഫുട്ബോൾ സെൻസ് ആണല്ലോ അതൊക്കെ. അപ്പൊ അവിടെയാണ് എനിക്ക് കൂടുതൽ ഫ്രസ്ട്രേഷൻ തോന്നിയത്. സ്ട്രൈക്കർ ഇല്ല നമ്മൾ പറയുമ്പോൾ മാർട്ടിനെല്ലി എന്തുകൊണ്ട് നമ്മൾ സെന്റർ കളിപ്പിച്ചില്ല? ആ ഗോള് സ്ട്രൈക്കർ ഇല്ല എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ഞാൻ പറഞ്ഞു. വി പ്ലേഡ് അഗൈൻസ്റ്റ് ലിവർപൂൾ. അവർ ഈ ലോ ബ്ലോക്കോ മിഡ് ബ്ലോക്കോ അല്ല പ്ലാൻ ചെയ്യുന്നത്, മനസ്സിലായി? അപ്പം അങ്ങനത്തെ ടീംസിനെതിരെ ഈ പറയുന്ന റൺസ് ചിലപ്പോൾ മെറീനോ ചെയ്താലും അല്ലെങ്കിൽ ട്രൊസാർഡ് ചെയ്താലും അല്ലെങ്കിൽ സാക്ക ചെയ്താലും അറ്റ്ലീസ്റ്റ് ചാൻസസ് നമുക്ക് ക്രിയേറ്റ് ആവും, മനസ്സിലായി? ചാൻസസ് ക്രിയേറ്റ് ആവും തോന്നുന്നു. സ്കോർ ചെയ്യുന്നല്ല പറഞ്ഞ ചാൻസസ് ക്രിയേറ്റ് ആവും തോന്നുന്നുണ്ട്. ബിക്കോസ് നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട് കളിക്കാൻ ഈ പറയുന്ന ടീമുകൾക്കൊക്കെ. ബട്ട് അതേസമയത്ത് ഈ പറഞ്ഞ പോലെ 6th to 12th ടീംസോ അല്ലെങ്കിൽ മറ്റേ ലാസ്റ്റ് 5 ടീംസോ അങ്ങനെയൊക്കെ വരുമ്പം അവരുടെ ഫസ്റ്റ് ടീം ലോ ബ്ലോക്ക് മിഡ് ബ്ലോക്ക് അവിടെയൊക്കെ ഈ റൺസ് നടത്താൻ പറ്റിയ പ്ലെയർ അതിനാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു റൺസ് നിങ്ങൾ അറിയാമല്ലോ, മാർട്ടിനെല്ലി ഇവിടെ വന്ന സമയത്ത് നമ്മൾ ആ ഒരു ഉനായ് എമറിയുടെ ആ ഒരു സീസണില് സെന്ററിൽ കളിച്ചൊരു പ്ലെയർ ആണ്. ഞാൻ അപ്പോഴൊക്കെ ആലോചിച്ച് ഇത്ര സ്ട്രൈക്കർ ക്ഷാമം അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡറിനെ വരെ കഷ്ടപ്പെട്ട് സെന്റർ കളിപ്പിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം അതിനകത്ത് എനിക്ക് മനസ്സിലാകത്തോളം അത് മെറീനോ എന്നുള്ള പ്ലെയറിനെ, അതായത് മെറീനോനെ സ്ട്രൈക്കർ ആക്കി കളിച്ചതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആർട്ടറ്റയുടെ ആ ഒരു ടാക്ടിക്സ് ഫുൾഫിൽ ചെയ്യണം. അതായത് ആർട്ടറ്റയുടെ സ്ട്രൈക്കർ എപ്പോഴും മിഡ്ഫീൽഡിൽ ഒരു ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള സ്റ്റബേൺനെസ് ഉണ്ട്. അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇനി ഒരു സ്ട്രൈക്കറെ നമ്മൾ വാങ്ങിച്ചാലും എനിക്ക് അറിഞ്ഞുകൂടാ അത് എത്രത്തോളം വർക്ക് ആവും, അല്ലെങ്കിൽ ആർട്ടറ്റയുടെ ടാക്ടിക്സ് ട്വീക്ക് ചെയ്യാൻ എത്രത്തോളം കാലം എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ വർക്ക് ആവുന്നുള്ളൂ. ബട്ട് ലെറ്റ്സ് സീ, ഹോപ്പ്ഫുള്ളി
അപ്പം ന്യൂ കാസൽ മാച്ചിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും അവരെ തോപ്പിക്കണം എന്നുള്ള ഒരു ഉള്ളിന്റെ എനിക്ക്, കാരണം നമുക്ക് കുറച്ച് ടീംസ് ഉള്ളു ഭയങ്കര ദേഷ്യമുള്ള ടീംസ് ഉണ്ട്, അതായത് ന്യൂ കാസൽ, ആസ്റ്റൺ വില്ല ഇങ്ങനത്തെ ടീംസ് ഒക്കെ. കാരണം ഇവരൊക്കെ ഭയങ്കര ഫിസിക്കലി നമ്മളെ ഒരുമാതിരി ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൂ, ഫിസിക്കലി ഇഞ്ചർ ചെയ്യാനൊക്കെ നോക്കി. എന്നാൽ അവർ ചെയ്യുന്ന ഫൗൾസ് ഒന്നും അത്ര ആരും കാർഡ് കൊടുക്കുന്നതൊന്നും കാണാറില്ല. എന്നാൽ അവർ ചെയ്യുന്ന ഏറ്റവും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അവർ ഫൗൾ ചെയ്യുന്നത് നമ്മൾ കാണാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ന്യൂ കാസലുമായിട്ടുള്ള ഗെയിംസ് എപ്പോഴും നമുക്കൊരു ഇച്ചിരി ഫിയേഴ്സ് ഗെയിംസ് ആയിട്ട് ഇപ്പൊ ഈ റീസെന്റ് ന്യൂ കാസൽ ടീമായിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട്. സോ ഡെഫിനറ്റ്ലി ഹോപ്പ്ഫുള്ളി വി ഗെറ്റ് ദ വിൻ ആൻഡ് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ അങ്ങ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് അവേ ഗെയിം സൗത്ത് ആംപ്ടണുമായിട്ടാണ്. സോ യാ, അപ്പം നമുക്കിനിയും മറ്റൊന്നും ഡിസ്കസ് ചെയ്യാൻ ഇല്ല എന്നാണ് തോന്നുന്നത്, അല്ലേ? യെസ്. അപ്പൊ ഇനിയിപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ഇനി ഒരു വീഡിയോ ലൈവ് നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ടായിരിക്കും. സൺഡേ ഒരു ലൈവ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താന്നുള്ളത് നമ്മൾ അന്ന് സൺഡേ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിലോ ഇതിലൊക്കെ അറിയിക്കാം. ഡെഫിനറ്റ്ലി അന്ന് ജോയിൻ ചെയ്യാം. ആൻഡ് ഓൾസോ അപ്പം താങ്ക് യു സോ മച്ച് ദീപക് ബ്രോ ഫോർ യുവർ ടൈം. ഓക്കെ, അപ്പൊ നമുക്കിനി മാച്ചിന് ശേഷം കാണാം. താങ്ക് യു സോ മച്ച് ദീപക് ബ്രോ. യെസ്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞാൻ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ട്, നിങ്ങളുടെയൊക്കെ എല്ലാ അഭിപ്രായങ്ങളൊക്കെ വായിക്കാറുണ്ട്. അപ്പം പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം, ഇനി ശ്രമിക്കും. ആൻഡ് യെസ്, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇനിയും. ആൻഡ് ഇപ്പം വീഡിയോ കാണുന്നവരിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പറഞ്ഞ പോലെ കമന്റ്സിൽ ഇടുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗുഡ് ഡേ. കം ഓൺ യുവൻസ്.